ഹായ് ഹലോ എല്ലാവർക്കും PSC ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പീരിയോഡിക് ടേബിളാണ് അഥവാ ആവർത്തന പട്ടിക. അപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ്ങിന് മുൻപ് എലമെൻറ്റ്സ് അഥവാ മൂലകങ്ങൾ എന്നുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ആവർത്തന പട്ടികയ്ക്കുള്ളിലേക്ക് കടക്കാം. അപ്പം ഒരേ തരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്നവയും രാസപ്രക്രിയയിലൂടെ വിഘടിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്തതുമായ ശുദ്ധപദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഒരേ തരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്നവയും രാസപ്രവർത്തനത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, വിഘടിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്തതുമായ ശുദ്ധപദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. മൂലകം എന്ന വാക്ക് ആദ്യമേ നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിലാണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, മൂലകം എന്ന വാക്ക് ആദ്യമേ നിർദ്ദേശിച്ചത് ആരാണ്? അത് റോബർട്ട് ബോയിലാണ്. മൂലകം എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിലാണ്. മൂലകം എന്ന വാക്കിന് നിർവചനം നൽകിയ ശാസ്ത്രജ്ഞനും റോബർട്ട് ബോയിലാണ്. മൂലകം എന്ന വാക്കിന് നിർവചനവും നൽകിയ ആരാണ്? അദ്ദേഹം തന്നെയാണ്. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യം തെളിയിച്ചത് ജോൺ ഡാൾട്ടനാണ്. അപ്പം മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണ് എന്ന് തെളിയിച്ചത് ജോൺ ഡാൾട്ടൺ. മൂലകങ്ങൾക്ക് അവയുടെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ, രാസസമവാക്യങ്ങൾ, രാസസമീകരണങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ബെർസേലിയസ് എന്ന് പറയുന്നത്. മൂലകങ്ങൾക്ക് അവയുടെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ, രാസസമവാക്യങ്ങൾ, രാസസമീകരണങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ബെർസേലിയസ്. പുതുതായി കണ്ടെത്തപ്പെടുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന അന്തർദേശീയ സ്ഥാപനമാണ് IUPAC എന്നറിയപ്പെടുന്നത്. പുതുതായി കണ്ടെത്തപ്പെടുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന ആരാണ്? IUPAC ആണ്, ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. IUPACയുടെ ആസ്ഥാനം സൂറിച്ച്, സ്വിറ്റ്സർലാൻഡാണ്. IUPACയുടെ ആസ്ഥാനം എവിടെയാണ്? സൂറിച്ച്, സ്വിറ്റ്സർലാൻഡാണ്. IUPAC രൂപീകരിച്ച വർഷം 1919. 2016 IUPAC നാമകരണം ചെയ്ത മൂലകങ്ങളാണ് നിഹോണിയം, മോസ്കോവിയം, ടെന്നിസൺ, ഓഗനസോൺ എന്നിവ. അപ്പം 2016 4 മൂലകങ്ങൾ നാമകരണം ചെയ്തു: നിഹോണിയം, മോസ്കോവിയം, ടെന്നിസൺ ആൻഡ് ഓഗനസൺ. അടുത്ത നമ്മൾ പഠിക്കുന്നത് മൂലകങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ്. ഇതൊക്കെ ലാസ്റ്റാണെന്ന് അറിയാം, എന്നാലും നമ്മൾ ഇതിൻ്റെ ഒരു തുടക്ക ഭാഗമാണ്. ഞാനിത് വിശദീകരിക്കുന്ന ടാലൻറ്റിൻ്റെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൽ ഈ ഭാഗത്ത് കിടക്കുന്നതാണ് കേട്ടോ. അപ്പം ഫ്ലൂറിൻ കാരണമുണ്ടാകുന്ന രോഗമാണ് ഫ്ലൂറോസിസ് എന്നറിയപ്പെടുന്നത്. ഫ്ലൂറിൻ കാരണം ഫ്ലൂറോസിസ്, ആ പേരുമായിട്ട് സാമ്യമുണ്ട്. സിലിക്കൺ സിലിക്കോസിസ്. അടുത്ത മെർക്കുറിയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളാണ് മീനമാത രോഗം, മാഡ്-ഹാറ്റർ സിൻഡ്രോം എന്നിവ. മെർക്കുറിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ് മീനമാത രോഗം, മാഡ്-ഹാറ്റർ സിൻഡ്രോം. മാഡ്-ഹാറ്റർ സിൻഡ്രോം എന്നിവ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മെർക്കുറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലെഡ് പ്ലംബിസം, പഠന പ്രക്രിയയുടെ തകരാറ് എന്നിവ ലെഡാണ്. പ്ലംബിസം, പഠന പ്രക്രിയയുടെ തകരാറ്. കാഡ്മിയം കാഡ്മിയത്തിനുമായി ബന്ധപ്പെട്ട രോഗമാണ് കാഡ്മിയം ഇതായ്. ചെമ്പ് അഥവാ കോപ്പർ വിൽസൺസ് രോഗം എന്നറിയപ്പെടുന്നു. കോപ്പർ വിൽസൺസ് രോഗം. പൊട്ടാസ്യം ഹൈപ്പോകലേമിയാണ്. പൊട്ടാസ്യവുമായി ബന്ധപ്പെട്ട രോഗമാണ് ഹൈപ്പോകലേമിയ. ആഴ്സനിക്കാണ് ബ്ലാക്ക് ഫുട്ട് രോഗം എന്നറിയപ്പെടുന്നത്. ബ്ലാക്ക് ഫുട്ട് രോഗം അഥവാ മീസ് ലൈൻസ് എന്നറിയപ്പെടുന്നത്. ആഴ്സനിക്കാണ് ബ്ലാക്ക് ഫുട്ട് രോഗം അഥവാ മീസ് ലൈൻസ് എന്നറിയപ്പെടുന്നത്. അലൂമിനിയം അൾഷിമേഴ്സ് ആണ്. നൈട്രേറ്റ് ബ്ലൂ ബേബി സിൻഡ്രോമാണ്. അടുത്ത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകമാണ് ഓക്സിജൻ. മൂലകം എന്ന് വെച്ചാൽ അത് ഓക്സിജനാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഓക്സിജനാണ്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം, ഇവിടെ ശ്രദ്ധിച്ചോളാം, മൂലകം ഓക്സിജനാണ്. ലോഹം എന്ന് വ്യക്തമായി ചോദിച്ചാൽ അത് കാൽസ്യമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ ഹൈഡ്രജനാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്രാൻസിയമാണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ സ്ഥിര മൂലകം ഏതൊക്കെയാണ്? ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ ഒരു അസ്ഥിര മൂലകമാണ് നമ്മൾ ഫ്രാൻസിയം കേട്ടോ. ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ അസ്ഥിര മൂലകമാണ് ഫ്രാൻസിയം. ഒന്നുകൂടെ പഠിക്കാം. ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ അസ്ഥിര മൂലകം ഏതെന്ന് വെച്ചാൽ ഇതാണ്, അത് ഫ്രാൻസിയമാണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ സ്ഥിര മൂലകം ഏതാണ്? അത് സീസിയമാണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ സ്ഥിര മൂലകമാണ് സീസിയം.
ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലോറിനാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്ലോറിനാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലോറിനാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകങ്ങൾ ഫ്രാൻസിയോ സീസിയോ ആണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകങ്ങൾ എന്ന് വെച്ചാൽ ഏതാണ്? അത് ഫ്രാൻസിയോ സീസിയോ ആണ്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരും. ഇലക്ട്രോൺ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകമാണ് ഫ്രാൻസിയം, സ്ഥിര മൂലകം സീസിയമാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ മൂലകമാണ് ഫ്ലോറിൻ. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകങ്ങൾ ഫ്രാൻസിയവും സീസിയവുമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ലോകം എന്ന് വെച്ചാൽ അത് ഏതാണ്? അത് ലിഥിയമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ലോകമാണ് ലിഥിയം. റേഡിയോ ആക്റ്റീവ് വാതക മൂലകമാണ് റാഡോൺ. റേഡിയോ ആക്റ്റീവ് വാതക മൂലകമാണ് റാഡോൺ. ഏറ്റവും സ്ഥിരത കൂടിയ മൂലകം ഏതാണ്? ഏറ്റവും സ്ഥിരത കൂടിയ മൂലകം അത് ലെഡാണ്. ഏറ്റവും സ്ഥിരത കൂടിയ മൂലകം ലെഡാണ്. ഏറ്റവും ക്രിയാശീല കൂടിയ മൂലകം ഏതാണ്? അത് ഫ്ലോറിനാണ്. ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകം ഫ്ലോറിനാണ്. ഉയർന്ന ഇലക്ട്രോൺ അഫിനിവിറ്റി പ്രദർശിപ്പിക്കുന്ന മൂലകമാണ് ക്ലോറിൻ. ഉയർന്ന ഇലക്ട്രോൺ അഫിനിവിറ്റി, ഏറ്റവും ഉയർന്ന അഫിനിവിറ്റി, ഇലക്ട്രോൺ അഫിനിവിറ്റി കാണിപ്പിക്കുന്ന മൂലകമാണ് ക്ലോറിൻ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകം ഫ്രാൻസിയം. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ സ്ഥിര മൂലകം ഏതാണ്? അത് സീസിയം. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയത് ഫ്ലോറിൻ. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകങ്ങൾ ഫ്രാൻസിയോ സീസിയോ. ഭാരം ഏറ്റവും കുറഞ്ഞ ലോകം ലിഥിയം. റേഡിയോ ആക്റ്റീവ് മൂലകം റാഡോൺ. സ്ഥിരത ഏറ്റവും കൂടിയ മൂലകം ലെഡ്. ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകം ഫ്ലോറിൻ. ക്രിയാശീലം കൂടിയ മൂലകം ഫ്ലോറിൻ. ഏറ്റവും ഉയർന്ന ഇലക്ട്രോൺ അഫിനിവിറ്റി കാണിക്കുന്നത് ക്ലോറിൻ. ഉയർന്ന ഇലക്ട്രോൺ അഫിനിവിറ്റി കാണിക്കുന്നത് ക്ലോറിൻ. ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത് കാർബണും ഹൈഡ്രജനുമാണ്. ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള ഐസോട്ടോപ്പുള്ള മൂലകം ടിന്നാണ്. 10 ഐസോട്ടോപ്പുകളുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള ഐസോട്ടോപ്പുകളുള്ള മൂലകമാണ് ടിന്ന്, 10 ഐസോട്ടോപ്പുകൾ. ഏറ്റവും കുറവ് ഐസോട്ടോപ്പുകളുള്ള മൂലകം ഹൈഡ്രജനാണ്. 3 ഐസോട്ടോപ്പുകൾ. അടുത്ത് ആവർത്തന പട്ടിക. ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് ആവർത്തന പട്ടിക എന്ന ഭാഗത്തേക്കാണ് കിടക്കാൻ പോകുന്നത്. മൂലക വർഗീകരണത്തിൻ്റെ സമഗ്രമായ ഉപാധിയാണ് ആവർത്തന പട്ടിക. ആവർത്തന പട്ടിക. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരെന്ന് വെച്ചാലാണ് അത് അന്റോയിൻ ലാവോസിയാണ്. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരെന്ന് വെച്ചാൽ ആരാണ്? അന്റോയിൻ ലാവോസിയാണ്. 1789 ഫ്രഞ്ച് വിപ്ലവകാലത്ത് ലാവോസിയ 30 ലോഹങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. 1789 30 ലോഹങ്ങളെ. അപ്പം ലാവോസിയ വർഗീകരിച്ച മൂലകങ്ങൾ എത്രയെന്ന് വെച്ചാൽ എത്രയാണ്? 30 ലോഹങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളായിട്ട് വർഗീകരിച്ചിട്ടുണ്ട്. ലാവോസിയുടെ വർഗീകരണത്തിൻ്റെ പരിമിതി എന്ന് പറയുന്നത് എന്താ പറ്റില്ല? ഉപലോഹങ്ങളെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്. ഉപലോഹങ്ങൾ എന്ത് ചെയ്യാൻ പറ്റിയില്ല? അദ്ദേഹത്തിന് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. മൂലകങ്ങൾ അവയുടെ അറ്റോമിക മാസിൻ്റെ ക്രമത്തിൽ വിന്യസിച്ച റഷ്യൻ ശാസ്ത്രജ്ഞനാണ് ദിമിത്രി ഇനോവിച്ച് മെൻഡലിയേവ് എന്നറിയപ്പെടുന്നത്. അപ്പം മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച ആരാണ്? മെൻഡലിയേവാണ്. ദിമിത്രി ഇനോവിച്ച് മെൻഡലിയേവാണ്. മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ വിന്യസിച്ചത് മെൻഡലിയേവ്. അപ്പോൾ ലാവോസിയ 30 എണ്ണത്തിന് വർഗീകരിച്ചു എന്ന് പറഞ്ഞു. അതിനെ എന്ത് ചെയ്തു? ലോഹങ്ങളും അലോഹങ്ങളായിട്ട് വർഗീകരിച്ചു. പക്ഷേ ഉപലോഹങ്ങളെ വർഗീകരിക്കാൻ സാധിച്ചില്ല. പിന്നെ വർഗീകരിച്ച ആരാണ്? മെൻഡലിയേവാണ്. എങ്ങനെ? 1769 റഷ്യൻ ശാസ്ത്രജ്ഞനാണ് അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വർഗീകരിച്ചിട്ടുള്ളത്. ഓക്കെ.